ധർമ്മം പുനഃസ്ഥാപിക്കാൻ നമുക്കും പ്രപഞ്ചത്തിന്റെ ഒരു പേനയായി മാറാം. ശ്രീനാരായണ ഗുരു പറയുന്നു, ഈ ലോകം സത്യത്തിലാണ് നിലകൊള്ളുന്നത്. അതിനാൽ സത്യം പറയണം, കള്ളം ഒരിക്കലും പറയരുത്. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ സത്യവും ധർമ്മവും കാണാൻ പോലുമില്ല. സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കുന്നത് മുതൽ കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ തുടങ്ങി ജോലിസ്ഥലത്തും വിദ്യാഭ്യാസം, ആശുപത്രികൾ, കച്ചവടം, ഭരണകൂടം, മീഡിയ എന്നിങ്ങനെ സമൂഹത്തിൽ ഏതൊരു മേഖലയിലും കള്ളവും ചതിയും പരദൂഷണവും ചൂഷണം ചെയ്യലും തുടങ്ങി അസത്യവും അധർമ്മവും മാത്രമേയുള്ളൂ. ഇന്ന് ലോകം അധർമ്മത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലാണ്. ഇത്രയധികം മൂല്യച്യുതി സംഭവിച്ചിട്ടും ഈ ലോകം ഇപ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ മഹാഗുരുക്കന്മാരുടെ സത്ചിന്തകൾ മാത്രമാണ്. സൂക്ഷ്മ ലോകത്തും സ്ഥൂല ലോകത്തുമായി ഇപ്പോഴും ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുരു പരമ്പര തന്നെ നമുക്കുണ്ട്. കോടിക്കണക്കിന് അധർമ്മികളുടെ ദുഷ്ചിന്തകളെ ഒരു ഗുരുവിന്റെ സത്ചിന്തകൾ കൊണ്ട് ബാലൻസ് ചെയ്ത് നിർത്താൻ സാധിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ ഈ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കോടാനുകോടി ജനങ്ങളിൽ ആത്മജ്ഞാനിയായ ഒരു ഗുരുവിനെ പോലും ഇന്ന് കാണാൻ സാധിക്കുന്നില്ല. ധർമ്മത്തിൽ ജീവിക്കുന്ന സമൂഹം വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. മാത്രവുമല്ല, അധർമ്മവും അധർമ്മികളും ക്രമാതീതമായി കൂടി വരുന്നു. ഇതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ ആത്മജ്ഞാനികളുടെ എണ്ണവും ധർമ്മത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ എണ്ണവും കൂടണം. ദുഷ്ചിന്തകളെ സത്ചിന്തകളാക്കി മാറ്റണം. നമ്മുടെ എല്ലാ ചിന്തകളും പ്രപഞ്ചത്തിലേക്ക് വ്യാപിക്കുന്നുണ്ട്. ദുഷ്ചിന്തകൾ വന്ന് നമ്മൾ അധർമ്മിയായി മാറുമ്പോൾ പ്രപഞ്ചവുമായുള്ള നമ്മുടെ കണക്ഷൻ വിച്ഛേദിച്ച് ദുഷ്ചിന്തകളൊന്നും ബാധിക്കാത്ത വിധത്തിൽ ഒരു വലയമുണ്ടാക്കി പ്രപഞ്ചത്തെ സംരക്ഷിക്കും. അപ്പോൾ നമ്മൾ ചരട് പൊട്ടിയ ഒരു പട്ടം പോലെ പ്രപഞ്ചത്തിൽ നിന്നും അകന്ന് ലക്ഷ്യബോധമില്ലാതെ ജീവിക്കും. എന്നാൽ ഇന്ന് അധർമ്മം കൂടിക്കൂടി പ്രപഞ്ചത്തിന്റെ സംരക്ഷണ വലയം പോലും പൊട്ടിച്ചു കടക്കാൻ വിധത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിന് ഭീഷണിയായി വന്നാൽ കാലക്രമേണ മനുഷ്യകുലത്തിന്റെ ഉന്മൂലനാശം പോലും നടത്താൻ പ്രപഞ്ചത്തിന് സാധ്യമാണ്. വംശനാശം സംഭവിച്ച ജീവജാലങ്ങൾ ഉണ്ടെന്ന കാര്യം നമുക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരു മഹാവിപത്ത് സംഭവിക്കാതിരിക്കാനാണ് പ്രപഞ്ചത്തിന്റെ വക്താക്കളായ ഗുരുക്കന്മാർ നമ്മളെ ധർമ്മത്തിൽ സഞ്ചരിക്കാൻ പഠിപ്പിക്കുന്നത്. വീട്ടുകാരെയും നാട്ടുകാരെയും ഭരണകൂടത്തെയും ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ളവർ വന്ന് നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ചു എന്ന് പറയുന്നതിലും അർത്ഥമില്ല. കാരണം നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ കർമ്മഫലമാണ്. നമുക്ക് നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇന്നത്തെ ഈ അവസ്ഥ വന്നത്. ഉദാഹരണത്തിന്, വീട്ടിൽ ഭാര്യയും ഭർത്താവും വഴക്കുകൂടിയാൽ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ പലരും വന്നു കയറിയെന്നിരിക്കും. കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് അവനവന്റെ ധർമ്മമാണ്. അതുപോലെ തന്നെ സനാതന ധർമ്മത്തെ സംരക്ഷിക്കുക എന്നത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അതിന് നാം ഓരോരുത്തരും സ്വയം നന്നായി പ്രപഞ്ചധർമ്മം അനുസരിച്ച് ജീവിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തണം. നമ്മൾ ധർമ്മത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ലോകം മുഴുവൻ വിചാരിച്ചാലും നമ്മെ തകർക്കാൻ സാധിക്കില്ല. അതാണ് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും അനന്തമായ ശക്തി. ഒന്നും നമ്മുടെ കഴിവല്ല, മറിച്ച് പ്രപഞ്ചധർമ്മം പാലിച്ച് ജീവിക്കുമ്പോൾ പ്രപഞ്ചം തരുന്ന അനുഗ്രഹമാണ് എല്ലാം എന്നും ഓർമ്മിക്കേണ്ടതാണ്. ധർമ്മത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ച് ധർമ്മത്തിന്റെ തുലാസ് ഉയർത്തുവാനുള്ളൊരു ശ്രമമാണ് തസ്മൈ വിഭാവനം ചെയ്ത SMS മെഡിറ്റേഷനിലൂടെ ആഗ്രഹിക്കുന്നത്. ഇത് തന്നെയാണ് വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും സമ്പാദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ സമ്പത്ത്. മാറ്റത്തിലേക്കുള്ള ഒരു തുടക്കം മാത്രമാണിത്. നമ്മൾ തുടങ്ങി വെക്കുന്നത് വരും തലമുറ ഏറ്റെടുത്തുകൊള്ളും. പക്ഷേ ആ മാറ്റത്തിന് ഒറ്റക്കെട്ടായി നിന്ന് തുടക്കം കുറിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ചില കാര്യങ്ങൾ നമ്മൾ മനുഷ്യർക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല. അവയെല്ലാം സംഭവിച്ചു പോകുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സ്വയം ശുദ്ധമായി നിസ്വാർത്ഥരാവുക എന്നത് മാത്രമാണ്. നിസ്വാർത്ഥരായ വ്യക്തികളിലൂടെ പ്രപഞ്ചം പ്രവർത്തിക്കാൻ തുടങ്ങും. നമുക്കെല്ലാവർക്കും പ്രപഞ്ചത്തിന്റെ ഒരു പേനയായി മാറാൻ സാധിക്കട്ടെ. ഒന്നും നമ്മുടെ കഴിവല്ല, മറിച്ച് നമ്മൾ നിസ്വാർത്ഥരാകുമ്പോൾ പ്രപഞ്ചം അനുഗ്രഹമായി ദാനമായി നൽകുന്നതാണ് എല്ലാം. ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ തന്നെ ഉദ്ധരിക്കുന്നു. അധർമ്മപക്ഷത്തു നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്തു നിന്ന് പരാജയപ്പെടുന്നതാണ്. ഈശ്വര കാര്യാർത്ഥമായി പോകുന്നവരെ ഈശ്വരൻ തന്നെ സംരക്ഷിച്ചുകൊള്ളും.
നിസ്വാർത്ഥ സേവനത്തിന് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും.